നമസ്കാരം. കേരള ന്യൂസിലേക്ക് സ്വാഗതം. സ്പോർട്സ് ഇഞ്ചുറികൾക്കുൾപ്പെടെ വിശ്വസനീയ ചികിത്സാ കേന്ദ്രമായ കുറ്റിപ്പുറം ഹിൽഫോർട്ട് ഹോസ്പിറ്റലിന്റെ നേതൃത്വത്തിൽ ഓർത്തോപെഡി ചികിത്സാ രംഗത്തെ നൂതന അറിവുകൾ പങ്കുവച്ച് ഹീൽകോൺ 2025 സംഘടിപ്പിച്ചു. വളാഞ്ചേരി നഗരസഭാ ചെയർമാൻ അഷ്റഫ് അമ്പലത്തിങ്ങൽ ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യ മേഖലയിൽ പ്രൈവറ്റ് മേഖല, സ്വകാര്യ മേഖല വലിയ പങ്കാണെന്ന്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഒരു താലൂക്ക് ഹോസ്പിറ്റലിലുള്ളൊരു ഡോക്ടറെ കുത്തി പരിക്കേൽപ്പിച്ചപ്പോൾ ഗവൺമെൻറ് സ്ഥാപനങ്ങൾ അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ ഉണ്ടായപ്പോൾ ആ ഡോക്ടർക്ക് ഒരു സ്വകാര്യ ഹോസ്പിറ്റലിൽ പോയിട്ടാണ് അദ്ദേഹം സർജറി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്തത്. അപ്പോൾ സ്വകാര്യ പങ്കാളിത്തത്തോട് കൂടിയിട്ടുള്ള സ്ഥാപനങ്ങൾ, ആരോഗ്യ മേഖലയിലുള്ള സ്ഥാപനങ്ങൾ വന്നതുകൊണ്ടാണ് ഇന്ന് നമ്മൾ ഈ രംഗത്ത് വളരെ പുരോഗമനം ഉണ്ടാക്കിയത്. മാത്രമല്ല ആളുകൾക്ക് സർവീസ് ഉണ്ടാക്കിയത്. ഹിൽഫോർട്ടിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 2 വർഷമായിട്ട് അത്തരം ഒരു മഹത്തായ ഒരു സേവനമാണ് ഡോക്ടർ മുഹമ്മദ് റിയാസ്യുടെ നേതൃത്വത്തിൽ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം ഇന്നത്തെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ AI കാലഘട്ടമാണ്. നിങ്ങൾ അധികവും ഇവിടെ വിദ്യാർത്ഥികളാണുള്ളത്. AI കാലഘട്ടത്തിൽ നമ്മളുടെ ഡിവൈസിൽ നമുക്ക് വേണ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ ഉണ്ട്, പഠനവുമായി ബന്ധപ്പെട്ടതുള്ളൊക്കെ. ഞങ്ങളൊക്കെ ചെറുപ്പകാലത്ത് ഞങ്ങൾ പഠിക്കുന്ന കാര്യത്ത് ലാപ്ടോപ്പില്ല, മൊബൈലില്ല, അങ്ങനെ സൗകര്യങ്ങളൊന്നുമില്ലാത്ത കാലഘട്ടത്തിലാണ്. അതിൻ്റെ മുന്നത്തെ തലമുറ ഇതൊന്നും കണ്ടിട്ട് പോലും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത്തരം സന്ദർഭത്തിൽ ഡോക്ടർമാർ ഉൾപ്പെടെയുള്ള ആളുകൾ അവരുടെ സേവനങ്ങൾ ഇന്ന് നമ്മുടെ നാട്ടിൽ ഏറ്റവും അത്യാവശ്യമായിട്ട് വരുന്നു. അത്തരം രീതിയിലാണ് പാരാമെഡിക്കൽ രംഗത്തൊക്കെ നിങ്ങളെപ്പോലെയുള്ള കുട്ടികൾ, ഇവിടെയുള്ള കുട്ടികൾ അധികവും പെൺകുട്ടികളാണ് എന്നുള്ളതും കൂടി ഏറെ പ്രധാനപ്പെട്ടതാണ്. കാരണം ഉദ്യോഗാർത്ഥ സ്ഥലത്തിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു തലമുറയുള്ള കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അത്തരം ഒരു സന്ദർഭത്തിലാണ് ഹിൽഫോർട്ട് പോലെയുള്ള മഹത്തായ സ്ഥാപനങ്ങൾ നിങ്ങൾക്ക് സഹായകരമാകുന്ന രീതിയിലുള്ള പദ്ധതികളുമായിട്ട് മുന്നോട്ട് പോകുന്നത്. ഇന്റേണൽ എക്സ്റ്റേണൽ ഫിക്സേഷൻ, ഓപ്പറേഷൻ തിയേറ്റർ സജ്ജീകരണം, ഫ്യൂച്ചർ മെറ്റീരിയലുകൾ, ആർത്തോപ്ലാസ്റ്റിയിലും ആർത്തോസ്കോപ്പിയിലും ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ തുടങ്ങിയ വിഷയങ്ങൾ ചർച്ച ചെയ്തു. ആർത്തോസ്കോപ്പിയുടെയും ആർത്തോപ്ലാസ്റ്റിയുടെയും അടിസ്ഥാന ഉപകരണങ്ങളുമായി പരിചയപ്പെടാനുള്ള അവസരം ഒരുക്കിയിരുന്നു. ടോട്ടൽ നീ റീപ്ലേസ്മെന്റ് ലൈവ് ഡെമോൺസ്ട്രേഷൻ ഏറെ ശ്രദ്ധ നേടി. ഹിൽഫോർട്ട് ആശുപത്രി ചെയർമാൻ ഡോക്ടർ KT മുഹമ്മദ് റിയാസ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ആം റെസ്ലിംഗ് ദേശീയ ചാമ്പ്യന്മാരായ കൃഷ്ണപ്രസാദ്, സാബിർ അലി എന്നിവർ മുഖ്യാതിഥികളായിരുന്നു. നിങ്ങൾ ലൈഫിൽ നിങ്ങൾക്കൊരു കഴിവ് ഉണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾ ഓൺ ദ സ്പോട്ട് ആ കഴിവിനെ മനസ്സിലാക്കിയിട്ട് പുറത്തേക്ക് ഇറങ്ങാം. ഒരാൾ പോലും നമുക്ക് ബാക്കിൽ നിന്ന് സപ്പോർട്ട് ഉണ്ടാവില്ല. ഇരുവർക്കുമുള്ള ഉപഹാരം, വിശിഷ്ടാതിഥികൾക്കുള്ള ഉപഹാരം ഡോക്ടർ ഷാജിദ റിയാസ്, നൌഷാദ് മേനോത്തിൽ എന്നിവർ ചേർന്ന് നൽകി. ഓർത്തോപീഡിക് സർജൻ ഡോക്ടർ റിയാസ് അലി ആര്യാടൻ, വളാഞ്ചേരി IMA പ്രസിഡന്റ് ഡോക്ടർ മുഹമ്മദ് അലി, സെക്രട്ടറി ഡോക്ടർ KT റിയാസ്, വളാഞ്ചേരി ചെഗുവേര ഫോറം ചീഫ് കോർഡിനേറ്റർ വെസ്റ്റേൺ പ്രഭാകരൻ, കുറ്റിപ്പുറം MES കോളേജ് പ്രിൻസിപ്പൽ I റഹ്മത്തുന്നിസ, ഡോക്ടർ ഷെഫീഖ്, ഡോക്ടർ CS നിഖിൽ എന്നിവർ സംബന്ധിച്ചു. ചികിത്സാ രംഗത്തെ വിദഗ്ധരുടെ നേതൃത്വത്തിൽ നവീന ശാസ്ത്രക്രിയാ രീതികളും അപകടരഹിതമായ ചികിത്സാ സാധ്യതകളും ആരോഗ്യ പ്രവർത്തകരെ ഉൾപ്പെടെ പരിചയപ്പെടുത്തുന്നതായിരുന്നു പരിപാടി. ഹിൽഫോർട്ട് ഹോസ്പിറ്റൽ ഹിൽകോൺ എന്ന പേരിൽ ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ള പാരാമെഡിക്കൽ സ്റ്റുഡൻസിന് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ള പരിപാടി ആണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, ഒരുപാട് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെ ഡോക്ടേഴ്സ് വന്നിവിടെ ഓർത്തോ ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട്. ഇത് പാരാമെഡിക്കൽ സ്റ്റുഡൻസിന് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കോൺക്ലേവ് നടക്കുന്നത്. അത് വിദ്യാർത്ഥികൾ പരമാവധി ഉപകാരപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. അവർക്ക് ഉപകാരപ്പെടാൻ വേണ്ടിയിട്ട്, പാരാമെഡിക്കൽ ആയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ഉപകാരപ്പെടാൻ വേണ്ടിയിട്ട് ഉള്ള അത്രയും നല്ല വിദഗ്ധരായിട്ടുള്ള ഡോക്ടർമാരാണ് ഇവിടെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇന്നിവിടെ നടക്കുന്ന പ്രോഗ്രാം ഹീൽകോൺ 2025 ബേസിക് ഓർത്തോപെഡിക് നഴ്സസ് ട്രെയിനിങ് പ്രോഗ്രാമാണ്. ഇത് നടത്താനുള്ള ഉദ്ദേശം പലപ്പോഴും ഈ മേഖലയിൽ വർക്ക് ചെയ്യുന്ന പാരാമെഡിക്കൽ സ്റ്റാഫുകൾ ബേസിക് ട്രെയിനിങ് പ്രോഗ്രാമുകൾ പലപ്പോഴും കിട്ടാത്ത സ്റ്റുഡൻസും സ്റ്റാഫുകളാണുള്ളത്.
അപ്പോൾ അത്തരത്തിലുള്ള പാരാമെഡിക്കൽ സ്റ്റാഫിനെ എങ്ങനെ അപ്ഗ്രേഡ് ചെയ്യാം, അവർക്ക് എങ്ങനെ CMEകൾ കണ്ടക്ട് ചെയ്ത് അവരെ നോളജ് എങ്ങനെ വർദ്ധിപ്പിക്കാം, എങ്ങനെ സ്കില്ല് വർദ്ധിപ്പിക്കാം എന്നൊരു ആശയത്തോടു കൂടിയാണ് ഈ ഒരു ഹീൽകോൺ 2025 ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഹീൽകോൺ 2025 ഇവിടെ എക്സ്പെർട്ട് ഫാക്കൽറ്റീസാണ് ഇവിടെ ക്ലാസ് എടുക്കുന്നതും അതുപോലെ തന്നെ ഹാൻഡ്സ് ഓൺ വർക്ക്ഷോപ്പാണ് ഇവിടെ ഹൈലൈറ്റ് ചെയ്ത് പറയാനുള്ളത്. എല്ലാ സ്റ്റാഫുകൾക്കും ഇവിടെ വന്നിട്ടുള്ള എല്ലാ സ്റ്റുഡൻസിനും ഈ ഹാൻഡ്സ് ഓൺ വർക്ക്ഷോപ്പ് യൂട്ടിലൈസ് ചെയ്ത് അവരെ ഫ്യൂച്ചറിൽ ഹോസ്പിറ്റലിൽ എത്തിക്കഴിഞ്ഞാൽ അവർക്ക് നല്ല രീതിയിൽ വർക്ക് ചെയ്യാനുള്ള ഒരു അവസരം കിട്ടുമെന്നാണ് ഈ ഒരു ഹീൽകോണിലൂടെ ഉദ്ദേശിക്കുന്നത്. ഡോക്ടർ MC ജെനീസ്, ഹിൽഫോർട്ട് ഹോസ്പിറ്റലിലെ ഡോക്ടർമാരായ അനസ്തേഷ്യോളജിസ്റ്റ് ഡോക്ടർ ഫിയാസ് ഹംസത്ത്, ഓർത്തോപീഡിക് സർജർമാരായ ഡോക്ടർ PN അമൽരാജ്, ഡോക്ടർ JH നീരങ്ങാട്ട്, ഡോക്ടർ NV സഹദ് എന്നിവർ ആശംസകൾ അർപ്പിച്ചു സംസാരിച്ചു.